അതിശാലങ്കൃതമായിരിക്കുന്ന ആനിവേഴ്സറി സദസ്സിന് ക്രിസ്തുവിൽ വന്ദനം. ഞങ്ങളുടെ സ്വന്തം സഹോദരൻ ഷാജിമോൻ പി കാനഡയിൽ താൻ എഴുതിയ ഒരു ചെറിയ ഭാവന, മരണത്തിനപ്പുറം എന്ന ഭാവന ഇവിടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കൊച്ചു ഗ്രാമമായ വാളകത്തുള്ള ജോണിക്കുട്ടിയുടെ കൊച്ചു വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ആ ഭവനത്തിലെ പ്രഭാത പ്രാർത്ഥനയോടെ നമ്മുടെ ഭാവന ആരംഭിക്കാം. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളി, ഏഴകൾ നമ്മെ പാലിക്കാൻ. ജോണിക്കുട്ടി, എടാ മോനെ ജോണിക്കുട്ടി, പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ? പ്രഭാത പ്രാർത്ഥനയുടെ സമയമാ, നിനക്കറിയാമല്ലോ പ്രാർത്ഥനയുടെ വില. നീ വരുന്നില്ലേ? ശല്യം. അമ്മച്ചിക്ക് എന്തിൻ്റെ കേടാ? വെളുപ്പാൻ കാലത്താണ് ഇത്തിരി സുഖമായി ഉറങ്ങാൻ കഴിയുന്നത്. എന്തായാലും ഉറക്കം കളയണ്ട. ഞാൻ കേൾക്കാത്ത മട്ടിൽ കിടന്നു. ബീനമോളെ വാടി, നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ നോക്കിയിരുന്നാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. അടുത്ത മുറിയിൽ നിന്നും അപ്പച്ചനും അമ്മച്ചിയും ബീനാമോളും കൂടി പാടുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്. സമയം 7 മണിയായല്ലോ. എടാ എഴുന്നേൽക്ക്, നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? അമ്മച്ചിയുടെ സ്നേഹപൂർണമായ ശാസന കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഉറക്കത്തിൻ്റെ സുഖകരമായ രസച്ചരട് പൊട്ടിപ്പോകാതിരിക്കാനായി ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖകരമായ ആലസ്യത്തെ പുണർന്നുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കിടന്നു. പക്ഷികളുടെ കളകളാരവും അമ്മച്ചിയുടെ കലവില ശബ്ദവും ബീനമോളുടെ പാട്ടും, എന്ത് രസം! ആ കട്ടൻ കാപ്പി കൂടി ആറ് തണുത്തു പോയല്ലോ കുഞ്ഞേ. ഇതെന്തൊരു ഉറക്കമാ ജോണി, നേരം ഉച്ചയായി. നിനക്ക് ജോലിക്ക് പോകേണ്ട തീർക്ക. അമ്മച്ചിയുടെ ശാസന വീണ്ടും വന്നപ്പോൾ 10 മിനിറ്റ് കൂടി എന്ന് പിറുപിറുത്തുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടി കിടക്കാൻ തീരുമാനിച്ചു. അടുക്കളയിൽ പാത്രങ്ങൾ പെരുമാറുന്നതിൻ്റെയും അമ്മച്ചി എന്തൊക്കെയോ സംസാരിക്കുന്നതിൻ്റെയും ശബ്ദം വളരെ ദൂരെ നിന്നവണ്ണം അത്ര വ്യക്തമല്ലാതെ കേൾക്കാം. എടാ എഴുന്നേൽക്ക്, അമ്മച്ചി എന്നെ കുലുക്കി വിളിച്ചു. ഞാൻ ഉണർന്നു. ചൂടോടെ ഒരു കട്ടൻ കാപ്പി കുടിച്ച് കളയാമെന്ന് വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എന്ത് പറ്റി? എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇതെന്ത് പറ്റി? ജോണിക്കുട്ടി മോനെ! അമ്മച്ചിയുടെ ശബ്ദത്തിൽ വല്ലാത്ത സംഭ്രമം. അപ്പച്ചനും ബീനാമോളും ഓടിയെത്തി. എന്ത് പറ്റി? ഇവൻ അനങ്ങുന്നില്ല, ഇവൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും കൂടി പിടിച്ചുലച്ചുകൊണ്ട് എന്നെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണർന്നു കിടക്കുക. എന്നെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ ആരും നോക്കണ്ട, ഞാൻ എഴുന്നേറ്റോളാം എന്ന് ഞാൻ ഉറക്കെ അവരോട് പറഞ്ഞു. ആര് കേൾക്കാൻ? എൻ്റെ മോനെ, നീ ഞങ്ങളെ ഇട്ടിച്ച് പോയല്ലോടാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഈ കിടക്കയിലുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല. കഴിയുന്നത്ര ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആര് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. എൻ്റെ ജോണിച്ചായ ഞങ്ങളെ ഇട്ടേച്ച് പോയോ എന്ന ബീനമോൾ കൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അയൽ വീടുകളിൽ നിന്നും ആളുകൾ നിലവിളി കേട്ട് വന്നു തുടങ്ങി. എപ്പോഴായിരുന്നു സംഭവം? ഉറക്കത്തിൽ എപ്പോഴോ ആയിരുന്നു. സൈലൻ്റ് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. മറിയാമ്മ ചേട്ടത്തി കാപ്പിയുമായി ചെന്ന് വിളിച്ചപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. എന്തായാലും കഷ്ടമായിപ്പോയി. ആകെയുള്ളൊരു ആൺചെറുക്കൻ. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ വളരെ ദേഷ്യത്തോട് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല. പക്ഷെ ആര് കേൾക്കാൻ? സഭയിലെ പാസ്റ്ററും സെക്രട്ടറിയും ചില വിശ്വാസികളും കൂടിയെത്തി. പ്രത്യാശയുടെ തീരത്ത് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒന്നും കാര്യമില്ല പാസ്റ്ററെ,
എനിക്കിപ്പോൾ നിങ്ങളെ എല്ലാം നന്നായി കാണാം എന്ന് പറഞ്ഞു നോക്കി. അദ്ദേഹവും എന്നെ ശ്രദ്ധിക്കുന്നില്ല. മോർച്ചറിയിൽ വയ്ക്കുന്നുണ്ടോ? ഒരാൾ ചോദിച്ചു. ദൂരെ നിന്നും ആരും വരാനെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല, അടക്കം ഇന്ന് തന്നെ നടത്തുന്നതാണ് നല്ലത്. മറ്റൊരാൾ. ഞാൻ ഞെട്ടി. എൻ്റെ അടക്കം? ഞാൻ മരിച്ചോ? ഞാൻ മരിച്ചു. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. വാസ്തവത്തിൽ ഞാൻ മരിച്ചോ? അപ്പോഴും ഞാൻ മരിച്ചിട്ടില്ല. എനിക്കെല്ലാവരെയും കാണാം, അവർ പറയുന്നത് കേൾക്കാം, പക്ഷേ എല്ലാവരും മരിച്ചു എന്ന് പറയുന്നു. പോരാത്തതിന് ഇന്ന് രാവിലെ മുതൽ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. കവലയിലെ കാപ്പിക്കടയോട് ചേർന്നുള്ള വരാന്തയിലിരുന്ന് ചെരുപ്പ് നന്നാക്കുന്ന പാപ്പിച്ചേട്ടൻ വിവരമറിഞ്ഞ് എന്നെ അവസാനമായി കാണാനെത്തി. ഞാൻ സാധാരണ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ അദ്ദേഹം എന്നെ നോക്കി മന്ദഹസിക്കാറുണ്ട്. പക്ഷേ ഞാനത് അവഗണിച്ചാണ് പോകാറ് പതിവ്. എന്നാൽ വലിയ ലോഹ്യമൊന്നും കാണിച്ചിട്ടില്ലാത്ത അടുത്ത സഭയിലെ പാസ്റ്ററും കുടുംബവും കണ്ണീരോടെ എന്നെ അരികിൽ നിന്ന് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നെ പരിചയപ്പെടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വേണ്ടത്ര അടുപ്പം കാണിച്ചിട്ടില്ല. 1 വർഷത്തിലേറെയായി വാർദ്ധക്യ സഹജമായ അസുഖം ആയി കിടന്നിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരമ്മച്ചി അവരുടെ കൊച്ചുമകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി എന്നെ കാണാൻ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖവും വേദനയും തോന്നി. ഈ വൃദ്ധയെ ഒന്ന് പോയി കാണാൻ അമ്മച്ചി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീടാവട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ സുഖമില്ലാത്ത ഈ അമ്മച്ചി എന്നെ അവസാനമായി ഒന്ന് കാണാൻ വന്നിരിക്കുന്നു. ദൂരെയുള്ള ബന്ധുക്കളെ, സഭാവിശ്വാസികളെ ഒക്കെ അവരുടെ രോഗത്തിലും ദുഃഖത്തിലും ഒന്ന് പോയി കാണാൻ അമ്മച്ചി പലപ്പോഴും നിർബന്ധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിരുന്നും പരുന്തും വല്ലാത്ത ബോറൻ പരിപാടിയാണെന്ന് പറഞ്ഞ് ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ചില അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പോയി കാണാൻ കഴിഞ്ഞ ഞായറാഴ്ച കൂടി അമ്മച്ചി വിളിച്ചതാ. പക്ഷേ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതിരുന്നുവെങ്കിലും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് സമയമില്ല, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു. ഇപ്പോൾ അവരെല്ലാം ദാ എന്നെ കാണാനായി വന്നിരിക്കുന്നു. ചിലർ വളരെ ദൂരെ യാത്ര ചെയ്ത് വന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, സഭാവിശ്വാസികൾ, സഹപ്രവർത്തകർ, ബന്ധുമിത്രാദികൾ, എനിക്ക് പരിചയമുള്ളവർ, ബീനയുടെ കൂട്ടുകാർ, അപ്പച്ചൻ്റെ അമ്മച്ചിയെ ബന്ധുക്കൾ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ ദാ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ആ, നല്ല ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ സമയമായി. ഒരാൾ പറയുന്നു, ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ്. മറ്റൊരാൾ. ഓരോരുത്തരുടെയും നിലവാരമനുസരിച്ചുള്ള വിലയിരുത്തലുകളും കമൻറ്റുകളും. അമ്മച്ചിയും കുഞ്ഞുമകളും കരഞ്ഞ് തളർന്ന് എൻ്റെ അടുത്തിരുന്നു. അപ്പച്ചൻ കരച്ചിൽ കടിച്ചമർത്താൻ പാടുപെടുന്നു. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ സെമിത്തേരിയിലെ തണുപ്പുള്ള മണ്ണിനടിയിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടും. എന്നോട് എത്ര സ്നേഹമുള്ള വ്യക്തിക്ക് പോലും ഇനി എന്നോട് സംവദിക്കാനോ അവിടെ എനിക്ക് കൂട്ടുവരാനോ കഴിയുകയില്ല. അദ്രവത്വമുള്ള എൻ്റെ ആത്മാവ് ദ്രവത്വമുള്ള ഈ ശരീരം വിട്ട് വേർപെട്ട് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതും മണ്ണിലേക്ക് തിരികെ ചേരുന്നതുമായ മണ്ണിൻ്റെ അവകാശമായ ശരീരം മാത്രം. ദേഹമെന്ന വസ്ത്രം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മർത്യമായത് അമർത്യത്തെ ധരിച്ചു കഴിഞ്ഞു. ഒരിക്കലും പോയിട്ടില്ലാത്ത ആ പുതിയ വഴിയിലൂടെ യാത്ര തുടങ്ങുകയാണ്. ഒരാൾക്കും ഈ യാത്രയുടെ അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയുകയില്ല. പക്ഷേ ഓരോ മനുഷ്യനും അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി ഈ വഴിയിലൂടെ സഞ്ചരിച്ചേ മതിയാവൂ. വായിച്ചും പഠിച്ചും ഞാൻ നേടിയെടുത്ത എൻ്റെ അറിവുകൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ പരിചയങ്ങൾ, എൻ്റെ സ്വാധീനങ്ങൾ, ഡിഗ്രി, സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ്, പേപ്പേഴ്സ്, ഉണ്ണാതെ ഉറങ്ങാതെ ഞാൻ ഭാവിക്കായി കരുതിയ എൻ്റെ സമ്പാദ്യങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്യനായി തീർന്നിരിക്കുന്നു. ഈ ലോകത്തിൽ എനിക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കുള്ളതല്ലാതായി തീർന്നിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ ലോകത്ത് നിന്നും ആത്മീക ലോകത്തിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൻ്റെ മറ്റൊരു ഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആർക്കും മനഃപൂർവ്വം ഒരു ദോഷവും ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് വിശുദ്ധ ജീവിതമായോ? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായോ? ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിയുന്ന നാളിൽ നീ എന്ത് ചെയ്യുമെന്ന് പാട്ടുകാരൻ ചോദിക്കുന്നത് പോലെ ഇനി എന്ത് എന്ന ചോദ്യം എന്നിൽ വല്ലാത്ത ഭീതിയും സംഭ്രമവും ജനിപ്പിച്ചു. മരണനിഴലിൻ താഴ്വരയിലും കൂട്ടുവരുന്ന നല്ല കർത്താവിനോടുള്ള സുദൃഢമായൊരു ബന്ധം ഞാൻ പുലർത്തിയിട്ടുണ്ടോ? ആ നല്ല സ്നേഹിതനുമായി സംസാരിക്കാൻ
അവിടുത്തെ അനുധാവനം ചെയ്യാൻ ഞാൻ എത്രത്തോളം സമയം കണ്ടെത്തിയിട്ടുണ്ട്. ആ സാന്നിധ്യം അനുഭവിക്കുവാൻ മുഖാന്തരങ്ങളായ സഭായോഗങ്ങളും കൂട്ടായ്മകളും ബൈബിൾ ക്ലാസ്സുകളും ഏരിയ മീറ്റിങ്ങുകളും പുത്രികാ സംഘടനകളുടെ മീറ്റിങ്ങുകളും ബൈബിൾ സ്റ്റഡി എല്ലാം ഞാൻ സമയം കണ്ടെത്താതെ കളഞ്ഞല്ലോ. എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര. ഇല്ല, ഇനി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല, ഇനി തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ല. സമയം കഴിഞ്ഞുപോയി. നീതിമാനായ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും? സ്വർഗത്തിലോ നരകത്തിലോ? എൻ്റെ പ്രതിഫലം എന്തായിരിക്കും? നിത്യ അഗ്നിയോ? അല്പകാലത്തെ ജീവിതം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ നിത്യത ആനന്ദകരമായി തീരുമായിരുന്നു. സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യമായി എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ദൈവം കണക്ക് നോക്കുമ്പോൾ സ്വർഗം ലഭിക്കുവാൻ തക്കതായ നീതിപ്രവൃത്തികൾ എത്രത്തോളം എനിക്ക് സമ്പാദ്യമായിട്ടുണ്ട്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബുദ്ധിയിൽ നിന്ന് താഴെ, തലയിൽ നിന്നിറങ്ങി നെഞ്ചിലേക്ക് പീഡിതമായൊരു ഭാരമായി കനീഭവിച്ച് കിടക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? സൺഡേ സ്കൂളിൽ പഠിച്ച തിരുവചനവാക്യം ജീവിതത്തിൽ ആദ്യമായി കർണപുടങ്ങളിൽ വല്ലാത്തൊരു മുഴക്കമായി പ്രതിധ്വനിക്കുന്നു. അയ്യോ, ഈ ചെറുപ്പക്കാരൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ ജോണിക്കുട്ടി മോനെ, നീ എന്താ മുറിയിലെ ലൈറ്റ് ഇട്ടുകൊണ്ട് അമ്മച്ചി വന്നു? നീ എന്തുവാടാ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് പിച്ചും പേയും പറയുന്നത്? അല്ല, നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? ഒരു ദീർഘനിശ്വാസത്തോടെ, ഇല്ല, ഇന്ന് ഞാൻ പോകുന്നില്ല അമ്മച്ചി. രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം, പിന്നെ ഉച്ച കഴിഞ്ഞ് വേണ്ടപ്പെട്ടവരുടെ വീടുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം, സഭയിൽ രോഗികളായി കിടക്കുന്നവരെ ചെന്ന് കാണണം, കുടുംബത്തിൽ പ്രായമുള്ളവരുടെ അടുക്കിലേക്ക് പോയി അല്പസമയം അവരോടൊത്ത് ചിലവിടണം. സങ്കീർണമായ മനുഷ്യ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ തിളഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷേ അവൻ്റെ ഭാവി പാകതയെ നിർണ്ണയിക്കുന്നതിന് ആധാരമായി വന്നേക്കാം. നിങ്ങളിത് ചിന്തിക്കുന്നുണ്ടോ പ്രിയരെ? നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ തെളിഞ്ഞു വന്ന ഈ ദൃശ്യങ്ങൾ, അഥവാ ജോണിക്കുട്ടിയുടെ ജീവിതത്തിൽ അവന് വിചിന്തനം ചെയ്യാൻ ദൈവം കൊടുത്ത ഈ അവസരം നമ്മൾ ബോധമനസ്സോടെ കേട്ടു. നല്ല സുബോധത്തോടെ നമ്മൾ ഈ സന്ദേശം കേട്ടു. നമുക്കൊന്ന് ചിന്തിക്കാം. അല്പം തീരുമാനം, അല്പം മടങ്ങിവരവ്, ദൈവത്തിങ്കിലേക്കുള്ള, ദൈവവചനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, ഒരു യഥാസ്ഥാപനം ഈ കഥയിലൂടെ, ഈ ഭാവനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ലഭിച്ചുവെങ്കിൽ ഈ എഴുത്തുകാരൻ കൃതാർത്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും.